ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമായിരിക്കുന്നു. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും നേരാണ്. നമ്മൾ ഈ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബക്കറ്റ് ഉണ്ടല്ലോ, ബക്കറ്റിൻ്റെ റൗണ്ട് ഷേപ്പ് ദ്രവിച്ചു പോയതായിരുന്നു. അപ്പോൾ അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ക്രിസ്മസിന് ഡെക്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രിസ്മസ് ഐറ്റമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നമുക്ക് അധികം പാടൊന്നുമില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിനിപ്പോൾ നല്ല റേറ്റാണ് പുറത്ത് വരുന്നത്. നമുക്കിത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ വർക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളപ്പോൾ ഇതിനെ ചുറ്റി കൊടുക്കാനായിട്ട് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാനൊരു പാൻറ്റിൻ്റെ തുണി എടുത്തിട്ട് അത് നീളത്തിൽ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. ലെങ്ത്ത് അല്ല, വീതി കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്താണ്. വീതി കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ചുറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് വീതി കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ വെൽവെറ്റിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. റെഡ് കളർ വെൽവെറ്റാണ് എടുത്തിരിക്കുന്നത്. റെഡ് കളർ വെൽവെറ്റ് തന്നെ എടുക്കുക, അതായിരിക്കുള്ളൂ നല്ല ഭംഗി ഉണ്ടാകുന്നത്. ഇതിന് റെഡ് കളർ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ റെഡ് കളറും വീതി കുറച്ച് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എപ്പോഴും കൂട്ടുകാർ കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ വീതി കുറച്ച് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോഴായിരിക്കും നമുക്ക് ചുറ്റി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടില്ലാതെ നല്ല ഭംഗിയിൽ ചുറ്റി എടുക്കാൻ പറ്റുക. അതുപോലെ ലെങ്ത്തും ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചുറ്റി മടുക്കും. അപ്പോൾ നമ്മൾ ലെങ്ത്തും കുറച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് വരുന്നത്. എന്നിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ചുറ്റിയെടുത്താൽ മതിയാവും. ജസ്റ്റ് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ചുറ്റി എടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതിന് നല്ല പ്രൈസാണ് കേട്ടോ പുറത്ത് ഷോപ്പുകളിലൊക്കെ വരുന്നത്. ഞാൻ ഏകദേശം ഒരു 2-3 ഷോപ്പിലൊക്കെ അതിൻ്റെ പ്രൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞത് 400 അതുപോലെ തന്നെ 500 ഒക്കെയാണ് റേറ്റ് വരുന്നത്. വെച്ചാൽ ഇപ്പോൾ ക്രിസ്മസിന് ഇതാണല്ലോ മസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ മസ്റ്റായിട്ട് വരുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട്. അപ്പോൾ കൂട്ടുകാരുടെ കയ്യിൽ കിട്ടുന്ന സാധനത്തിന് റൗണ്ട് ഷേപ്പിൽ വരുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം റൗണ്ടായിട്ട് വളച്ചെടുക്കുക എന്നൊക്കെ. ഇപ്പോൾ കമ്പിയൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒത്തിരി കനമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഒരു തുണിയൊക്കെ ചുറ്റിയിട്ട് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കനം ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുണിയൊന്നും ചുറ്റേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പോൾ കനം ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും തുണി ചുറ്റി കൊടുത്താൽ കാണാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ള സ്പേസിലോട്ട് നമ്മൾ ഈ ഒരു ഗിൽറ്റ് ഷെയ്ഡിലുള്ള ഹാങ്ങിങ് കൂടി ചുറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഹാങ്ങിങ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇപ്പോൾ വരുന്നുണ്ട്. ലൈറ്റ് ഗ്രീൻ കളറിലെയും അതുപോലെ ഡാർക്ക് ഗ്രീൻ കളറിൽ വരുന്നുണ്ട്. ഗിൽറ്റ് ഷെയ്ഡ് ഇല്ലാത്ത വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കളർ ഗിൽറ്റ് ഷെയ്ഡ് ഉള്ളതാണ്. ഗിൽറ്റ് ഷെയ്ഡ് ഉണ്ടാവും, ഇച്ചിരി ഭംഗി ഉണ്ടാവും. അപ്പോൾ എനിക്ക് അതാണ് ഇഷ്ടമായത്. പിന്നെ നമ്മൾ താഴ്ഭാഗത്തായിട്ട് ഈ ഒരു ഫ്ലവറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ്. അപ്പോൾ ഇതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ലുക്കായിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ ഹാപ്പി ക്രിസ്മസ് അല്ല, മേരി ക്രിസ്മസിൻ്റെ ഒരു ഹാങ്ങിങ് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനൊരു 30 റുപ്പീസാണ് ആയിട്ടുണ്ടായിരുന്നത്. നമ്മൾ മേനകയിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ഫ്ലവർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ ആയിരുന്നു കേട്ടോ. അതുകൂടി ഞാൻ താഴെയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രൈസ് ഞാൻ പറയാതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഇയറിൽ എനിക്ക് വാങ്ങി തന്നതായിരുന്നു ചേട്ടായി ക്രാഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പ്രൈസൊന്നും ഓർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ വെച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനിതുകൂടി വെച്ച് കൊടുത്തത്. അപ്പോൾ ജസ്റ്റ് ഗ്ലൂ ഗണ്ണ് വെച്ച് കൊടുത്തിട്ട് അതുകൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ട് ഒരു ക്രിസ്മസ് ഡ്രീമിങ് ക്യാച്ചറാണ്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് എല്ലാവർക്കും വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഹാങ് ചെയ്യാനും ക്രിസ്മസ് കൂടിൻ്റെ അടുത്ത് വെക്കാനും അതുപോലെ തന്നെ ട്രീയിൽ ഹാങ് ചെയ്യാനൊക്കെ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ക്രിസ്മസ് ഹാങ്ങിങ് ആണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടം. അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. കണ്ടോ, സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം താഴെ വന്ന് പറയുകയും കൂടി ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇതുപോലെയൊക്കെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വെറൈറ്റി വീഡിയോസായിട്ട് വീണ്ടും കാണുന്നവരൊക്കെ ഓക്കെ, ബൈ, ടേക്ക് കെയർ, ഓൾ, ലവ് യു.